ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. കാകുൽസ്ഥനായ ശ്രീരാമൻ മർക്കടപ്പടയോടൊന്നിച്ച് കടൽ കടന്ന് എത്തിയതിനു ശേഷം ശൂകൻ, സാരണൻ എന്നീ മന്ത്രിമാരെ വിളിച്ച് ദശാനനൻ പറഞ്ഞു: കര കാണാത്ത ഭാരതിയെ വാനരപ്പട കടന്നുവല്ലോ. ഇതിനു മുമ്പ് ഒരുവനും കഴിയാത്ത ഒന്നാണ് ആഴിമധ്യത്തിലെ സേതുബന്ധനം. അത്ഭുതപൂർവമാണെങ്കിലും രാമൻ്റെ സേതുവിനെ ഞാൻ ഒരു തരത്തിലും വകവയ്ക്കുന്നില്ല. എന്നാലും കപി സൈന്യങ്ങളെ തീർച്ചയായും ഞാൻ നോക്കണം. നിങ്ങൾ രണ്ടുപേർ രഹസ്യമായി വാനരപ്പടയിൽ ചെന്ന് അവരുടെ എണ്ണം, വീര്യം എന്നിവ മനസ്സിലാക്കണം. വാനരമുഖ്യന്മാർ ആരെല്ലാം, രാമൻ്റെയും സുഗ്രീവൻ്റെയും ഇഷ്ടമന്ത്രിമാർ ആര്, ആയോധന പടുക്കളായി മുന്നിൽ നിൽക്കുന്ന ഹരിവീരന്മാർ ഏവർ, അഗാധമായ സാഗരത്തിൽ എങ്ങനെ ആർ എപ്രകാരം സേതു ബന്ധിച്ചു, മഹാകൂറ്റന്മാരായ മർക്കടന്മാരുടെ നിൽപ്പ് ഏത് വിധം, രാമൻ്റെ ഒരുക്കം, ബലം, ആയുധജാലം എന്നിവ എങ്ങനെ, പ്രബലന്മാരായ കീശന്മാരുടെ പടനായകൻ ആരാണ് എന്നിവയും ലക്ഷ്മണൻ്റെ യഥാർത്ഥ ശക്തിയും അറിഞ്ഞ് അതിവേഗത്തിൽ ഇവിടെ എത്തിച്ചേരണം. അസുരേശ്വരൻ്റെ ആജ്ഞ അനുസരിച്ച് ശൂകനും സാരണനും വീണ്ടും പുറപ്പെട്ടു. വാനരവേഷമാണ് രണ്ടുപേരും സ്വീകരിച്ചത്. സൈന്യങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്ന് അവർ അമ്പരന്നുപോയി. രോമാഞ്ചമുണ്ടായി. അചിന്ത്യവും അപ്രമേയവുമാണ് ആ വൻപട. എണ്ണിക്കണക്കാക്കുവാൻ സാധിക്കുകയില്ലെന്ന് തീർച്ചയായി. സൈന്യങ്ങൾ പർവ്വതാഗ്രങ്ങളിൽ, ഗുഹകളിൽ, കൽപ്പിളർപ്പുകളിൽ, സമുദ്രതീരങ്ങളിൽ, കാടുകളിൽ, ഉദ്യാനങ്ങളിൽ, ഇങ്ങനെ സർവത്ര വാനരന്മാർ തന്നെ. കവികൾ മുൻപറഞ്ഞ സ്ഥലങ്ങളിൽ കടക്കുന്നു, കടക്കുവാൻ ശ്രമിക്കുന്നു, നിൽക്കുവാൻ മുതിരുന്നു. മഹാബലശാലികളായ അവർ ഉഗ്രമായി ഗർജിക്കുന്നു. അക്ഷോഭ്യമായ ആ സൈന്യസാഗരത്തെ നിശാചരന്മാർ വ്യക്തമായി കാണുവാൻ തുടങ്ങി. മഹാതേജസ്വിയായ ലങ്കേശ്വരൻ വിഭീഷണൻ പെട്ടെന്ന് ഈ വേഷപ്രച്ഛന്നന്മാരെ കണ്ടു. അവരെ പിടിച്ച് ശ്രീരാമചന്ദ്രനോട് ഉണർത്തി: ശത്രുഞ്ജയനായ സ്വാമി, ഇവർ രാവണ ചക്രവർത്തിയുടെ മന്ത്രിമാരായ ശൂകനും സാരണനുമാണ്. ലങ്കാനഗരിയിൽ നിന്ന് ചാരന്മാരായി വന്നവരാണ്. ജീവനിൽ കൊതിപോയ ശൂകനും സാരണനും പേടിച്ചു വിറച്ച് മഹാപ്രഭുവിൻ്റെ മുമ്പിൽ അഞ്ജലി ബന്ധിച്ച് ദയനീയമായി പറഞ്ഞു: സൗമ്യനായ രാജകുമാര, ഞങ്ങൾ രണ്ടുപേർ രാവണാജ്ഞ അനുസരിച്ച് വന്നവരാണ്. അവിടുത്തെ സൈന്യങ്ങളെ മുഴുവൻ നോക്കുവാൻ വേണ്ടിയാണ് വന്നത്. അവരുടെ ഭാവവും വാക്കുകളും കണ്ട ശ്രീരാമചന്ദ്രൻ ചിരിച്ചുകൊണ്ട് അരുളി ചെയ്തു: വാനര സൈന്യത്തെ മുഴുവൻ കണ്ടുവെങ്കിൽ, ഞങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കിയെങ്കിൽ, രാജാജ്ഞ ശരിക്കും പരിപാലിച്ചുവെങ്കിൽ ഇഷ്ടം പോലെ മടങ്ങിപ്പോകാം. എന്തെങ്കിലും എവിടെയെങ്കിലും ആരെയെങ്കിലും കാണാതെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ വീണ്ടും കണ്ടുകൊള്ളൂ. വേണമെങ്കിൽ വിഭീഷണൻ എല്ലാം കാണിച്ചു തരികയും ചെയ്യും. എൻ്റെ സൈന്യമധ്യത്തിൽ കടന്ന് ഇവരുടെ പിടിയിൽപ്പെട്ടു എന്നുള്ളതിൽ പ്രാണഭീതി ആവശ്യമില്ല. പിടിക്കപ്പെട്ടാലും നിരായുധരായ ധൂതവേഷം പൂണ്ട ഈ നിശാചരന്മാരെ വിടൂ. ഇവർ യഥേഷ്ടം പോകട്ടെ. ഹേ ശൂകസാരണന്മാരെ, നിങ്ങൾ ലങ്കയിലെ അരമനയിൽ ചെന്ന രാജരാജൻ്റെ അനുജനായ രാക്ഷസ രാജാവിനോട് ഞാൻ പറഞ്ഞത് പറയണം. രാവണ, അങ്ങ് ഏതൊരു ബലത്തെ വിശ്വസിച്ചാണോ സ്വീകരിച്ചാണോ എൻ്റെ സീതയെ അപഹരിച്ചത്, ആ ബലത്തെ സർവ്വസൈന്യങ്ങളോട് ഒത്തുചേർന്ന് കാണിക്കണം. നാളെ രാവിലെ കോട്ടക്കൊത്തളങ്ങൾ ചേർന്ന ലങ്കയും രാക്ഷസപ്പടയും ഞാൻ അമ്പുകൾ കൊണ്ട് തകർക്കും. ദേവേന്ദ്രൻ വജ്രായുധത്തെ ദൈത്യന്മാരിൽ ചാട്ടുന്നത് പോലെ വാനരപ്പടയൊത്ത എൻ്റെ ക്രോധം അങ്ങയിൽ പതിക്കുകയായി. കരുണാനിധിയായ ശ്രീരാമദേവൻ ആ ചാരന്മാരെ വിട്ടയച്ചു. ധർമ്മിഷ്ഠനായ രാഘവനെ ജയവാക്കുകൾ കൊണ്ട് സ്തുതിച്ച് ശൂകചാരണന്മാർ ലങ്കാനഗര മധ്യത്തിലെ അരമനയിൽ ദശഗ്രീവൻ്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞു: മഹാരാജാവേ, ലങ്കേശ്വര, വിഭീഷണൻ ഞങ്ങളെ മനസ്സിലാക്കി നിഗ്രഹിക്കുവാൻ പിടിച്ചു. എന്നാൽ തേജസ്സേറിയ ശ്രീരാമൻ സദയം വിട്ടു. മഹാവീരകേസരികൾ 4 പേർ ഒന്നിച്ചുകൂടിയുണ്ട്. സർവാസ്ത്ര വിദഗ്ധരും ശൂരന്മാരും ദിക്പാലക തുല്യരും സുദൃഢ പരാക്രമികളുമാണ് അവർ 4 പേരും. ദാശരഥി രാമൻ, ശ്രീമാനായ ലക്ഷ്മണൻ, മഹാനായ വിഭീഷണൻ, ഇന്ദ്രനെ പോലെ ഉജ്ജ്വല തേജസ്വി എന്ന സുഗ്രീവൻ, ഇവർ 4 പേർ മാത്രം മതി കനത്ത മതിലുകളും കമാനങ്ങളും ദുർഗമങ്ങളുമുള്ള ലങ്കയെ പറിച്ചെടുത്ത് എറിയുവാൻ. ബാക്കിയുള്ള വാനര സൈന്യമെല്ലാം വെറുതെ നോക്കി നിന്നാൽ മതിയാകും. ശ്രീരാമൻ്റെ ദേഹവടിവും ആയുധങ്ങളും ഓർത്തു നോക്കിയാൽ അദ്ദേഹം ഒറ്റയ്ക്ക് മതി ഈ ലങ്കയെ മുടിക്കുവാൻ. മറ്റു 3 പേരും ആവശ്യമേ ഇല്ല. രാമലക്ഷ്മണ സുഗ്രീവന്മാരായ 3 ദിവ്യശക്തികളാൽ പരിപാലിക്കപ്പെടുന്ന വാനരപ്പടയെ ഇന്ദ്രനോടുകൂടിയ ദേവന്മാർക്ക് പോലും എതിരാവുന്നതല്ല. അടരാടാൻ അത്യാഗ്രഹമിയെന്ന വാനരന്മാർ ഒരു ഇരമ്പത്തോടെ ഒതുങ്ങി നിൽക്കുകയാണിപ്പോൾ.
പ്രഭോ, വിരോധം മതിയാക്കണേ, സമാധാനം സ്വീകരിക്കണേ, കാകുൽസ്ഥ രാജകുമാരന് സീതയെ നൽകണേ. ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഉറപ്പിച്ചു പറയുന്ന സാരണന്റെ അഭിപ്രായം കേട്ട രാവണ ചക്രവർത്തി മറുപടി പറഞ്ഞു. ദേവദാനവ ഗന്ധർവന്മാർ ഒന്നിച്ചു ചേർന്ന് എന്നോട് എതിരിട്ടാലും സർവ്വലോക ഭയമുണ്ടായാലും ഞാൻ സീതയെ വിട്ടുകൊടുക്കുന്നതല്ല. ആ വാനരന്മാരുടെ ഉപദ്രവം സഹിച്ച് ഭയപ്പെട്ടതിനാൽ മാത്രമാണ് സൗമ്യനായ നീ സീതയെ മടക്കി കൊടുക്കുവാൻ പറയുന്നത്. ഹേ സാരണ, ഏതൊരു ശത്രുവിനാണ് എന്നെ ജയിക്കുവാൻ സാധിക്കുന്നത്? ദ്വേഷത്തിൽ അല്പമൊന്ന് ഉരത്ത് ഇത്രയും പറഞ്ഞ രാവണൻ ഏറ്റവും ഉത്തുംഗമായൊരു മണിമന്ദിരത്തിനു മുകളിലേക്ക് കയറി. ക്രുദ്ധനായ രാക്ഷസാധിപൻ എല്ലാം ഒന്ന് കാണുവാൻ വേണ്ടിയാണ് മേടയിലേറിയത്. ആ ചാരന്മാർ ഒന്നിച്ചുണ്ടായിരുന്നു. കടൽ, കാട്, ശൈലം എന്നിവയെ സശ്രദ്ധം നോക്കുന്ന രാവണന്റെ ദൃഷ്ടിയിൽ കവികൾ നിറഞ്ഞ ഭൂതലം പെട്ടു. അറ്റമില്ലാതെ എണ്ണിയാൽ അവസാനിക്കാതെയുള്ള ആ വൻപട കണ്ട രാവണൻ സാരനോട് ചോദിച്ചു, ഈ മർക്കടന്മാരിൽ വെച്ച് ശൂരന്മാരായവർ ഏവരാണ്? മഹാബലവാന്മാർ ആരെല്ലാം? മുന്നോട്ട് നിന്ന് അണയുന്നവർ ആരെല്ലാം? സർവദാ അത്യുത്സാഹികൾ ആരുടെ വാക്കുകളാണ് സുഗ്രീവൻ കേൾക്കുന്നത്? കപിയൂതത്തിലെ അതിമുഖ്യന്മാർ ആരെല്ലാം? പ്രധാനികളായവർ ആരെല്ലാം? ഹേ സാരണ, എല്ലാം ശരിക്കു പറയൂ. രാക്ഷസേശ്വരന്റെ ചോദ്യം കേട്ട സാരണൻ വാനരന്മാരിൽ ശ്രേഷ്ഠന്മാരെ വ്യക്തമായി മനസ്സിലാക്കത്തക്ക വിധം പറഞ്ഞു. പ്രഭോ, ഇതാ ലങ്കയുടെ നേർക്കുനിന്ന് ഗർജിക്കുന്നവൻ, 100,000 കപി തലവന്മാരാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്നവൻ. ഗർജനം കൊണ്ട് തന്നെ മതിലുകളും കമാനങ്ങളും വൻകാടുകളും വൻ മലകളുമൊത്ത ലങ്കയെ വിറപ്പിക്കുന്നവൻ മഹാത്മാവായ സുഗ്രീവ പെരുമാളുടെ സേനാനായകനായ നീലൻ എന്ന വാനരേന്ദ്രനാണ്. കാൽ ശക്തിയിൽ നിലത്തൂന്നി കൈകൾ ഉയർത്തി ലങ്കയ്ക്ക് അഭിമുഖമായി ക്രോധം കൊണ്ട് രക്തനേത്രനായി ഗിരി ശിഖരം പോലെ തല ഉയർത്തി താമരയല്ലി നിറമൊത്ത് വീണ്ടും വീണ്ടും വാലിട്ടടിച്ച് 10 ദിക്കുകളും അതുകൊണ്ട് തന്നെ ശബ്ദായനമാനമാക്കി അത്യുഗ്ര വീരപരാക്രമത്തോടുകൂടി നിൽക്കുന്ന വാനരേന്ദ്രനാണ് കപിരാജ സുഗ്രീവന് ഇളമപ്പെട്ട യുവരാജ അംഗദൻ. ബാലിയുടെ പുത്രൻ, ബാലിതുല്യൻ, സുഗ്രീവന് അതിപ്രിയൻ. അംഗദൻ പോരിന് തിരുമേനിയെ വിളിക്കുകയാണ്. ദേവേന്ദ്രന് വരുണൻ എന്ന പോലെ രാമന് വേണ്ടി പരാക്രമം പ്രദർശിപ്പിക്കുന്നവൻ, എപ്പോഴും ഹിതകർമ്മനിരതൻ. ഊക്കേറിയ ഹനുമാൻ സീതയെ കണ്ടതും മറ്റും ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ്. മഹാവീരനായ വായുസുതൻ അനേക കപീന്ദ്രന്മാരെ ചേർത്ത് ദുർജയനായി ഇവിടത്തോട് പൊരുതുവാൻ തയ്യാറായി കൽപ്പന കാത്തു നിൽക്കുകയാണ്. ബാലിപുത്രന്റെ യുവരാജാവിൻ്റെ പിന്നിൽ വൻപിച്ച പടയോടുകൂടി യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നവൻ നളൻ എന്ന കപിശ്രേഷ്ഠൻ. അദ്ദേഹമാണ് സേതുബന്ധനം നിർമ്മിച്ചത്. ഇതാ നോക്കൂ, എത്തി വലിഞ്ഞു നിന്ന് ആർക്കുകയും അലറുകയും ചെയ്യുന്ന വാനരപ്പടകൾ. ചന്ദനാരണ്യവാസികളായ ഇവരുടെ നാഥനാണ് ആ നിൽക്കുന്നത്. ഭീമപരാക്രമിയും അതിബുദ്ധിമാനും 3 ലോകത്തിലും കീർത്തി കേട്ട വീരാഗ്രഗണ്യനും തനി വെള്ളനിറത്തിൽ നിന്ന് ചാബല്യങ്ങൾ കാണിക്കുന്നവനുമായ ശ്വേതൻ ഈ സൈന്യങ്ങളോടൊത്ത് ലങ്കയെ ഞാൻ നശിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. വമ്പനായ സുഗ്രീവ സമീപത്തിൽ ചെന്ന് അതിവേഗത്തിൽ പോകുന്നു. വാനരപ്പടയെ പകത്തു കൊണ്ട് നടുവിൽ കൂടി നടക്കുന്ന ശ്വേതൻ സൈന്യങ്ങൾക്ക് ആഹ്ലാദകാരിയാണ്. ഗോമതി നദിയുടെ തീരത്തിൽ സംരോചനം എന്നു പേരാർന്ന മാമലയിൽ അനേകമനേകം തരുനികരങ്ങളുള്ള അരണ്യത്തിൽ നാടുവാണിരുന്ന കുമുദൻ എന്ന ബലശാലിയാണ് ആ നിൽക്കുന്നത്. ഏതൊരാൾക്കും എതിരിടുവാൻ സാധിക്കാത്ത ചണ്ഡപരാക്രമികളാണ് ഇവരിൽ ഓരോരുത്തരും. വെളുത്തും കറുത്തും മഞ്ഞച്ചും ചുവന്നുമുള്ള 1000 കോടി 80 ലക്ഷം വാനരവരന്മാരോടൊന്നിച്ച് വിശാല വക്ഷസും നീണ്ട് കൊടുതായ വാലും രോമങ്ങൾ ഉള്ളവനും എത്ര ഭയങ്കര യുദ്ധത്തിലും വാട്ടമേൽക്കാത്തവനും ചണ്ഡനുമാണ് കുമുദൻ. ഇതാ നോക്കൂ, സിംഹതുല്യനായൊരുവൻ ഉജ്ജ്വല നേട്ടങ്ങളെ കൊണ്ട് തന്നെ ലങ്കയെ ദഹിപ്പിക്കുന്ന പോലെ നിശ്ചലനായി നോക്കുന്നത്. തമ്പുരാനെ ലങ്കേശ്വര, വിന്ധ്യൻ, സുദർശനം, കൃഷ്ണഗിരി, സഹ്യം എന്നീ പർവ്വതങ്ങളിൽ എപ്പോഴും വസിക്കുന്ന ഈ പ്ലവകവരൻ രംഭൻ എന്നവനാണ്. ലങ്കാരാജ്യത്തെ തച്ചുടക്കുവാൻ തയ്യാറായി നിൽക്കുന്ന 30 ലക്ഷം ഹരിവരന്മാർ ചണ്ഡപരാക്രമികൾ രംഭന്റെ ചുറ്റിലുമുണ്ട്. ദാശരഥിയുടെ പുരിയമൊന്ന് സമ്മതരൂപത്തിൽ ചലിച്ചാൽ മതി ഈ ഭയങ്കരന്മാർ ഇവിടെ എത്തുവാൻ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.